നമുക്ക് ഈ രാത്രിയിൽ മുഴുവനും പരസ്പരം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം അല്ലേ ഏട്ടാ? ശരി. ഞങ്ങള് രണ്ടുപേരും റൂമിലേക്ക് കേറിയത് ആവനിക്ക് ചിലപ്പോ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പാവം. അതാരായിരിക്കും? ഞാൻ പോയി നോക്കിയിട്ട് വരാം ഏട്ടാ. അതമ്മേ. എന്താ നീ കാണിക്കുന്നത്? എന്തു പറ്റി അമ്മേ? നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞവരാണെന്ന് കരുതിയോ ഇങ്ങനെ ഒരേ മുറിയിൽ കഴിയാനായിട്ട്? നീ ഇങ്ങോട്ട് പുറത്തേക്ക് വാ. അത് പിന്നെ അമ്മ, കല്യാണത്തിന് മുൻപ് നീ ഈ വീട്ടിൽ വന്ന് നിന്നത് തന്നെ ഞങ്ങളെ കുറിച്ച് ഓരോന്ന് സംസാരിക്കാൻ ജനങ്ങൾക്കൊരു വിഷയം കൊടുത്തതുപോലെയായിരുന്നു. നമുക്ക് നമ്മുടേതായ ആചാരങ്ങൾ ഉള്ളതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നമ്മളത് സഹിച്ചു നിന്നു എന്ന് കരുതി കല്യാണത്തിന് മുമ്പ് രണ്ടുപേരും ഒരു മുറി കഴിയുന്നത് ഒട്ടും നല്ലതല്ല. കുറച്ചുനേരം വല്ലത് സംസാരിച്ച് ശ്രീകരേട്ടൻ ഉറങ്ങിയതിനു ശേഷം ഞാൻ എന്റെ റൂമിലേക്ക് തിരിച്ചു പോവാന്നാ കരുതിയത്. രാത്രി മുഴുവനും സംസാരിച്ചിരിക്കാന്ന് നീയല്ലേ എന്നോട് പറഞ്ഞു നിഹാരിക? അല്ലെങ്കിൽ ശ്രീകരന്റെ മാനസികാവസ്ഥ അത്ര നല്ലതല്ല. രണ്ടാൾക്കിടയിൽ സംഭവിക്കാൻ പാടില്ലാത്തത് എന്തെങ്കിലും സംഭവിച്ച എത്ര വലിയ പ്രശ്നമാവോന്ന് ആലോചിച്ചിട്ടുണ്ടോ? രാത്രി മുഴുവൻ റൂമിൽ നിന്നോളാന്ന് ശ്രീകരേട്ടനോട് ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നമ്മേ. ശ്രീകരേട്ടൻ ഉറങ്ങിയതിനു ശേഷം ഞാൻ ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചതാ. സംസ്കാരങ്ങളും ആചാരങ്ങളും ഒക്കെ പാലിക്കുന്ന ഒരു കുടുംബമാണിത്. എപ്പോഴൊരു ശ്രദ്ധയുണ്ടായിരിക്കണം. നീ പോയി നിന്റെ റൂമിൽ കിടന്നോ, അവൻ ഇവിടെ അവന്റെ റൂമിൽ കിടന്നോളൂ. മനസ്സിലായല്ലോ? ശരി അമ്മ. ശരി, പോ. ശ്രീകർ, നീ ഡോറടിച്ചോ. നിഹാരിക, ഞാൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു എന്ന് തോന്നുന്നു. ഒന്നും തോന്നരുത് മോളെ. അയ്യോ, ഞാൻ അതിന് എന്ത് കരുതാനാ അമ്മ? അമ്മ ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ ഇതൊക്കെ പറഞ്ഞേ. ശരി മോളെ, എന്നാ ചെല്ല്. ഞാൻ ശ്രീകറിന്റെ റൂമിലേക്ക് പോയ കാര്യം ഇവര് ഇത്ര ഷോർട്ട് പീരീഡിൽ എങ്ങനെയാ അറിഞ്ഞത്? ആവനിക്കല്ലാതെ ഇക്കാര്യം വേറെ ആർക്കും അറിയില്ലല്ലോ. നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു മോളെ. നിഹാരികയെ ഞാൻ അവളുടെ റൂമിലേക്ക് പറഞ്ഞയച്ചു. അവരുടെ രണ്ടുപേരുടെയും ഭാവിയെക്കുറിച്ച് ആലോചിച്ച് മോള് വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. ഈ വീട്ടിലെ രീതികളെയും ആചാരങ്ങളെയും കുറിച്ച് ആരെങ്കിലും വേണ്ടാത്തത് എന്തെങ്കിലും പറയുമെന്നൊരു പേടി എനിക്കും ഉണ്ടാവില്ലേ അമ്മേ? കല്യാണത്തിന് മുമ്പ് ഒരുമിച്ച് ഒരേ മുറിയിൽ കഴിയുന്നത് അവർക്കും കുടുംബത്തിനും നല്ലതായിരിക്കില്ല. ഞാൻ പറഞ്ഞ നന്നാവില്ലാന്ന് കരുതിയ അമ്മയെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചത്. മോള് പറഞ്ഞ പോലെ ചെയ്തത് എന്തായാലും നന്നായി. ഇനി നിങ്ങൾ പോയി ഉറങ്ങാൻ നോക്കിക്കോളൂ അമ്മേ. ശരി മോളെ. അഞ്ചു നിമിഷം ആവുന്നതിന് മുമ്പേ അമ്മയെ അങ്ങ് പറഞ്ഞയച്ചു. നീ അപ്പോ ചില്ലറക്കാരിയല്ല. എന്റെ ഭർത്താവിനെയും കൊണ്ട് നീ ആ മുറിയിലേക്ക് പോകുമ്പോ നീ എന്നെ വല്ലാത്തൊരു നോട്ടം നോക്കിയില്ലേ? അതുകൊണ്ടാ ഉടനെ ഞാൻ എനിക്കുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ചത്. ഇങ്ങനെ എത്ര തവണ നിനക്ക് എതിര് നിൽക്കാൻ കഴിയും? ഒരു ദുഷ്ട സ്ത്രീയിൽ നിന്നും
എന്റെ ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി എത്ര തവണ വേണമെങ്കിലും എതിര് നിൽക്കും ഞാൻ. ഏട്ടൻ കഴിഞ്ഞതെല്ലാം മറന്നുപോയി. ഇങ്ങനെയെല്ലാം സംഭവിക്കാനുള്ള കാരണം കഴുത്തിലുള്ള എന്റെ താലി ഞാൻ എവിടെയോ നഷ്ടപ്പെടുത്തിയതാ ചേച്ചി. എന്താണാവോ അവനിപ്പോ ചെയ്യുന്നത്? ചേച്ചി, കണ്ടോ, നിന്നെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തതേ ഉള്ളൂ. മനസ്സിനൊരു സുഖമില്ലാത്തോണ്ടാ ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നത്. വീട്ടിലെ അവസ്ഥയൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് ഒരു സ്പെഷ്യലിസ്റ്റ് വന്നിരുന്നു. നമസ്തേ സാർ, ഐ എം ഡോക്ടർ അമർനാഥ്. നിങ്ങളുടെ അമ്മ വേദവതി, ഇത് നിങ്ങളുടെ അച്ഛൻ മിസ്റ്റർ പ്രസാദ് റാവു. അവനി മറ്റാരുമല്ലടാ, നിന്റെ അച്ഛന്റെ അനിയത്തിയുടെ മോള, ഞങ്ങളുടെ അനന്തരവളാ, നിന്റെ മുറപ്പെണ്ണ അവള്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ചെന്നൈയിൽ നിന്ന് വന്ന് കുറച്ചു നാൾ ഞാൻ ഒരു അന്യയെ പോലെ ഗസ്റ്റ് ഹൗസിൽ കഴിഞ്ഞു. അതിനുശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് ഒരു അതിഥിയെ പോലെ പോയി. ഇന്ന് ഞാൻ അവിടെ എന്റെ ശ്രീകരേട്ടന്റെ ഭാര്യയായിട്ടല്ല, വെറും ഒരു ബന്ധുവായിട്ടാണ് കഴിയുന്നത്. എന്തു ബുദ്ധിമുട്ട് വന്നാലും അത് നേരിടാനുള്ള ആത്മധൈര്യം എനിക്കുണ്ടെന്ന് കരുതി ദൈവം എന്നോട് ഇങ്ങനെ പക വീട്ടാനുള്ള കാരണം എന്താണെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. എന്റെ വിഷമങ്ങൾക്കും എന്റെ കഥയ്ക്കും ഏതെങ്കിലും അവസരത്തിൽ ഒരു അവസാനം കണ്ടെത്താൻ കഴിയുമെന്ന് ഓരോ നിമിഷവും എന്തെങ്കിലും ഒരു പുതിയ പ്രശ്നം ഞങ്ങളെ ചുറ്റിപ്പറ്റി വരും. പക്ഷെ ഇപ്പൊ ഉണ്ടായ ഈ അവസ്ഥയ്ക്ക് ശ്രീകരനെ ഓർത്ത് സങ്കടം വരുന്നുണ്ടെങ്കിലും ഒരു വിധത്തിൽ നോക്കിയ ശ്രീകരനോട് ക്ഷമിക്കാൻ പാടില്ല. ഏട്ടൻ എന്ത് ചെയ്തിട്ടാ ചേച്ചി? അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ശ്രീകരനോട് എനിക്ക് ദേഷ്യം. അവിടുത്തെ വീട്ടിലൊരു മിഷ്യം പോലെ അവിടുത്തെ ആവശ്യങ്ങൾക്ക് നിന്നെ ഉപയോഗിക്കുന്നു എന്നല്ലാതെ എന്താ അവൻ ചെയ്തത്? എത്ര അവസരങ്ങൾ കൊടുത്തു, എത്ര തവണ വഴക്ക് പറഞ്ഞു. ധൈര്യം കാണിക്കാൻ പറ്റുമോ അവന്? ഛീ, അങ്ങനെ പറയരുത് ചേച്ചി. ഞാൻ ഇങ്ങനെ പറയൂ. നിനക്ക് നിന്റെ ഭർത്താവാ മുഖ്യം, എനിക്ക് എന്റെ അനിയത്തിയാ മുഖ്യം. നീ വലിയ വീട്ടിലെ മരുമകളായ മാത്രം മതിയോ? അവരത് എപ്പോ അംഗീകരിക്കും? നീ എപ്പോഴാ രക്ഷപ്പെടുന്നേ? ഒടുക്കം നിന്റെ അവസ്ഥ ഇങ്ങനെയായി പോകുന്ന ഞാൻ ഒട്ടും വിചാരിച്ചതേ ഇല്ല. പക്ഷെ ഇപ്പൊ ഉണ്ടായ ഈ അവസ്ഥയ്ക്ക് അതെ നിന്റെ താലി നീ എവിടെയോ കളഞ്ഞു. നാളെ ഒരിക്കല് നിഹാരിക എന്നെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ ശ്രമിച്ചാ ഞാൻ ശ്രീകരേട്ടന്റെ ഭാര്യയാണെന്ന് സത്യം എങ്ങനെ തെളിയിക്കണമെന്ന് പോലും എനിക്ക് അറിയില്ല ചേച്ചി. താലി ഇല്ലെങ്കിലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലേ അവനി? നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അത് കാണുന്നില്ല അവനി. ശ്രീകർ നിനക്ക് കെട്ടിത്തന്ന താലി ചിലപ്പോ എല്ലാവർക്കും കുറെ സംശയങ്ങൾ ഉണ്ടാക്കാനും നിന്നെ അപമാനപ്പെടുത്താനും കാരണമാവുന്നല്ലാതെ കല്യാണ സർട്ടിഫിക്കറ്റിന്റെ വിലയൊന്നും അതിനുണ്ടാവാൻ പോകുന്നില്ല. അത് മാത്രമാ നിന്റെ ശ്രീരാമ രക്ഷ. ഇത്രയും കാലം ഞാനൊരു കാര്യം ചേച്ചിയുടെ അടുത്ത് മറച്ചു വെച്ചു. എന്താ കാര്യം? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആ സർട്ടിഫിക്കറ്റ് എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്താ? എങ്ങനെയാ മിസ്സായതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. താലിയും ഇല്ല, സർട്ടിഫിക്കറ്റും ഇല്ല. ശ്രീകറിന് കഴിഞ്ഞതൊന്നും ഓർമ്മയുമില്ല. ശരിക്കും ഇപ്പൊ നിന്റെ അവസ്ഥ എന്താ? ഇതിനു വേണ്ടി നിനക്ക് ഇനി എങ്ങനെ പോരാടാൻ കഴിയും? നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താ? ചേട്ടനാ ഓർമ്മ തിരിച്ചിടുന്നത് മാത്രം എന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ചേച്ചി. 6-ാം തീയതിക്കുള്ളിൽ ശ്രീകറിന് കഴിഞ്ഞതൊന്നും ഓർമ്മ വന്നില്ലെങ്കിൽ നിന്റെ കൺമുന്നിൽ വെച്ച് അവൻ നിഹാരികയെ താലി കെട്ടും. അത് കണ്ട നിനക്ക് സഹിക്കാൻ കഴിയോ? അവസ്ഥ അവിടെ എത്താൻ ഞാൻ സമ്മതിക്കില്ല.
എന്റെ ഏട്ടന്റെ ഓർമ്മകളെല്ലാം ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരും. ഇപ്പൊ എനിക്ക് ഉടനെ ഡോക്ടറെ ഒന്ന് കാണണം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ചേച്ചി. നിങ്ങളുടെ ജാതകം തമ്മിൽ ചേരാതിരുന്നത് നിനക്കിപ്പോ വലിയൊരു ശാപമായിട്ട് മാറിയില്ലേ അവനി? ഞാൻ ശ്രീകരേട്ടനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വന്നതാ ഡോക്ടർ. വീട്ടിൽ വന്നപ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ? പെട്ടെന്ന് ചേട്ടന്റെ അവസ്ഥ ഇങ്ങനെ ആയപ്പോ വീട് മുഴുവൻ ഏതോ ഒരു വിഷാദക്കടലിൽ മുങ്ങിക്കിടക്കുന്നത് പോലെ ഇപ്പോ. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അറ്റ്മോസ്ഫിയർ അങ്ങനെ ആയി പോകുന്ന സാധാരണയാ. ഏട്ടന് കഴിഞ്ഞതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുമോ ഡോക്ടർ? മെഡിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, കുറച്ച് സമയമെടുക്കും. അതൊരാഴ്ചയാകാം, 6 മാസമാകാം, ചിലപ്പോൾ വർഷങ്ങളും എടുത്തേക്കും. കഴിഞ്ഞു പോയ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചാ ഏട്ടനത് ഓർത്തെടുക്കാൻ പറ്റുമോ? ഭൂതകാലത്ത് സംഭവിച്ച കാര്യങ്ങള് പേഷ്യന്റിനെ ചിലപ്പോൾ ക്യൂർ ചെയ്യാൻ ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം. ലൈക്ക് എന്തെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ, അതായത് കല്യാണം പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓർക്കാൻ പറ്റിയ ആ ഇൻസിഡൻസ് മുഖേന പെട്ടെന്ന് റിക്കവർ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ആരുമില്ലാത്തൊരു സമയം നോക്കി ഞങ്ങളുടെ കല്യാണക്കാരെ ഓർമ്മപ്പെടുത്തിയാൽ ബലം ഉണ്ടാകുന്ന സാരം. ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങൾ പോലും ഓർമ്മ തിരിച്ചിടാൻ സഹായിച്ചേക്കും. ഇനി നമ്മുടെ കല്യാണത്തിന് ഒരു കുറവുണ്ടായില്ല എന്ന് കരുതി തനിക്ക് സന്തോഷിക്കാടോ. എന്നാൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി നടന്നതെല്ലാം ഓർമ്മിപ്പിക്കണം. ബട്ട് നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. എന്താ അത്? മേജർ ഇൻസിഡൻസ് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അപ്രോച്ച് നടത്തരുത്. അതൊരു ട്രീറ്റ്മെന്റ് പോലെ ഞാൻ തന്നെ ശ്രീകറിനോട് പറയണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അദ്ദേഹം ക്യൂർ ആവണമെന്നുള്ള തിടുക്കത്തിൽ, ആഗ്രഹത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. നടന്ന ഇൻസിഡൻസ് അത് നല്ലതാണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ ഒരു തീവ്രത മെമ്മറി ലോസായ പേഷ്യൻറ്റിൻ്റെ മേൽ ഏത് റേഞ്ചിൽ പ്രവർത്തിക്കുമെന്നുള്ളത് ആദ്യം ഞങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. അതിനുശേഷം ആ കാര്യം പതുക്കെ ഇഞ്ചക്ട് ചെയ്യണം, കൊച്ചു കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ. ബ്രെയിനിലെ നെർവസ് സിസ്റ്റങ്ങൾക്ക് കേടുവരാതെ ചെയ്യേണ്ട പ്രവൃത്തിയാണത്. പ്രസന്റ്ലി അദ്ദേഹത്തിന്റെ ബ്രെയിൻ ഒരു എംപ്റ്റി ബ്ലാക്ക് ബോർഡ് പോലെയാണ്. നമ്മൾ ചോക്ക് പീസ് കൊണ്ട് എന്തെഴുതുന്നോ അത് മാത്രമേ ഓർമ്മയുണ്ടാകൂ. അത്തരം ഇൻസിഡൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആളെ ഒരു ട്രാൻസിലേക്ക് കൊണ്ടുപോയി പറയാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ കല്യാണക്കാരൻ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാ അത് അദ്ദേഹം കാണും പുറത്തു പറഞ്ഞാ അത് വലിയ പ്രശ്നമായി മാറും. അതുകൊണ്ട് കല്യാണത്തെക്കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റില്ല. നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഫാമിലി മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാം. മോൾ എന്തായി ആലോചിക്കുന്നത്? നീ അവരുടെ ബന്ധുവായ നിലയ്ക്ക് നിങ്ങളുടെ ലൈഫിലുണ്ടായ ഇൻസിഡൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഓർമ്മ വന്നാ ഞാൻ ഉറപ്പായിട്ടും പറയാം ഡോക്ടർ. ഇപ്പൊ എന്തെങ്കിലും പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല ഡോക്ടർ. ഏട്ടന് ഭേദമാക്കുന്ന കാര്യത്തില് എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ ഡോക്ടർ. ഓക്കെ. താങ്ക് യു. ശ്രീകരനെ ഇതുപോലെ എല്ലാം മറന്നുപോയ ഒരാളായി കണ്ടിട്ട് സഹിക്കുന്നില്ലേട്ടാ. ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങിയില്ലേ? ദൈവം കൂടെയുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം. ശ്രീകർ വർക്ക് ചെയ്യുന്ന ബ്രാഞ്ചിലെ മാനേജേഴ്സാണ് സാർ. ഇരിക്കൂ. താങ്ക് യു സാർ. ഇരുന്നോളൂ. വരൂ. ശ്രീകറിന്റെ അവസ്ഥ ഞങ്ങൾ അറിഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമമായി. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി വെറുതെ വന്നതൊന്നുമല്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്.
പറഞ്ഞോളൂ. ശ്രീകറിനെ വിശ്വസിച്ച് ഞങ്ങളുടെ ബോസ് ചക്രവർത്തി സാറ് ഒരു ബ്രാഞ്ച് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. ശ്രീകറാണ് ആ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട കീ പോസ്റ്റിലുള്ളത്. റീസെന്റ് സൈൻ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം ശ്രീകറിന്റെ അടുത്താണ് ഉള്ളത്. ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട സീക്രട്ട് ഫയൽസും സീക്രട്ട് കോഡ്സും അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. സോ വാട്ട് നെക്സ്റ്റ്? ഇപ്പൊ എന്താ വേണ്ടത്? ശ്രീകർ ഓഫീസിലേക്ക് വരണം. അദ്ദേഹം വരാതെ അല്ലാതെ ആ ഡീറ്റെയിൽസ് അറിയാൻ കഴിയില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അവന്റെ കണ്ടീഷൻ അതിന് ഫേവറബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? അവൻ ഈ സ്റ്റേജിൽ നിങ്ങളെ ഒരു വിധത്തിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അത് വേണമെങ്കിൽ ഞാൻ എഴുതി തരാം. സാർ, അങ്ങനെ പറയരുത്. കോടികളുടെ പ്രൊജക്റ്റാണത്. ശ്രീകർ ഓഫീസിൽ വന്നില്ല, നടക്കില്ല. നിങ്ങളൊക്കെ ആരാ? എന്നെ കുറിച്ച് എന്താ എല്ലാരും സംസാരിക്കുന്നേ? ശ്രീകർ, നീ ഇരിക്കുമോനെ. ഇവര് നീ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ മാനേജേഴ്സാ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. മാനേജേഴ്സോ? എനിക്കിവരൊന്നും അറിയില്ല. നിങ്ങൾ കണ്ടല്ലോ, ഡോക്ടർ വന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തിയപ്പോഴാണ് എന്റെ മോനി കാണുന്ന പോലെ ഞങ്ങളെ പോലും അറിഞ്ഞത്. നിങ്ങളെയൊന്നും അവന് ഒരു ഓർമ്മ പോലും ഇല്ല. ഈ അവസ്ഥയിൽ വന്ന് അവൻ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ അനിയന്റെ ജോലി ഞങ്ങൾക്ക് പോയാലും കുഴപ്പമില്ല. അവനെ ഞങ്ങൾ പറഞ്ഞയക്കില്ല. അവന്റെ കാര്യം തൽക്കാലം നിങ്ങൾ വിടുന്നതാണ് നല്ലത്. ശ്രീകറിനെ ഓഫീസിലേക്ക് വിടാനാവില്ല. പറഞ്ഞയക്കാം അമ്മേ. ആ ജയമെ പോലെ വരുന്നുണ്ട്. എന്താണാവോ ഇനി പറയാൻ പോന്നെ? പറഞ്ഞയക്കാം അമ്മയെന്ന് എത്ര സിമ്പിൾ ആയിട്ടാ നീ പറഞ്ഞത്. ഏട്ടന്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? കണ്ണടിച്ചു പോയോ നിന്റെ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ആലോചിച്ചേ പറയൂ. നിന്നെ പോലെ തോന്നിയത് വിളിച്ചു പറയാറില്ല. മോൾ അപ്പുറത്ത് പോയി കളിച്ചോ. എന്താ? എനിക്ക് ബുദ്ധിയില്ലെന്നാണോ നീ പറയുന്നതിന്റെ അർത്ഥം? ഒരു ഫ്ലോയില് സത്യം ഇങ്ങനെ പറയല്ലേ മോളെ. ഒന്നും മിണ്ടായിരിക്കെ. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? നീ ആലോചിച്ചേ പറയാറുള്ളൂ എന്ന് പറഞ്ഞില്ലേ? എന്തിനാ ഇത്? അവനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും സംസാരിക്കാൻ അവക്ക് അവസരം കൊടുക്കുന്നത് നമുക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാ. ആദ്യം അവക്ക് പറയാനുള്ളത് പറയട്ടെ. അച്ഛാ, മുമ്പ് ഞാൻ ഏട്ടൻ വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ വർക്ക് ചെയ്തോണ്ടിരുന്നതാ. അവിടുത്തെ വർക്ക് പാറ്റേൺ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ ഏട്ടന്റെ സഹായത്തിന് നിന്നോളാം. അപ്പൊ ഓഫീസിലുള്ളവർക്കും അത് ഹെൽപ്പാവില്ലേ? അവര് സീക്രട്ട് എന്നൊക്കെ പറഞ്ഞല്ലേ, അവരെ നീ എങ്ങനെ ഹെൽപ്പ് ചെയ്യാനാ? അങ്ങനെ പറഞ്ഞ് ഏട്ടന് വീട്ടിൽ തന്നെ പിടിച്ചിട്ടാ വല്ല പ്രയോജനമുണ്ടോ? ഡോക്ടറിന് ചെയ്യാനുള്ളത് ഡോക്ടർ ചെയ്യും, നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. അമ്മേ, പരിസരം ഒന്ന് മാറിയാ എല്ലാം ഓർത്തെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. മുമ്പ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോയാൽ പോലും അതിന് ഫലം ഉണ്ടാവും. അവിടെ വെച്ച് ഏട്ടന് പെട്ടെന്നെല്ലാം ഓർമ്മ വന്നാ അത് നമുക്കൊരു ഉപകാരമായിരിക്കില്ലേ അമ്മേ? അവന് പറഞ്ഞതിലും കാര്യമുണ്ട്. ചിലപ്പോഴൊക്കെ ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അവന് ഇതിനു മുമ്പ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അവരുടെ കേപ്പബിലിറ്റി എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അച്ഛാ, ഏട്ടൻ നടക്കാൻ കഴിയാത്ത ആളൊന്നുമല്ല. വീട്ടിൽ തന്നെ ഇങ്ങനെ നിർത്താതെ എന്തെങ്കിലും ചേഞ്ച് ഓവർ ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ഞാൻ പറയുന്നു ഒന്ന് കേക്ക് പ്ലീസ്. കഴിഞ്ഞതൊക്കെ ഓർമ്മ വന്ന് ആനിക്കാ മെച്ചം. ഒന്നും ഓർമ്മ വന്നില്ലെങ്കിൽ എനിക്കാ മെച്ചം. ഏട്ടൻ വർക്ക് ചെയ്തിരുന്ന എല്ലാ പ്രൊജക്ടുകളെ കുറിച്ചും എനിക്കറിയാം. എനിക്കിതിൽ ഒട്ടും താല്പര്യമില്ല. ഞങ്ങൾക്കും ഇല്ല. ഏട്ടന് വയ്യാത്തതോർത്ത് നമ്മളൊക്കെ എത്ര വിഷമിക്കുന്നുണ്ടോ, ശ്രീകർ ഏട്ടനെ വിശ്വസിച്ച് കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി ഓണേഴ്സിനും അതേ വിഷമം ഉണ്ടാവും.
അതുകൊണ്ട് തന്നെ ഞാൻ കൂടെ നിന്ന് ശ്രീകരേട്ടിന് ചീത്തപ്പേരുണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. അവനിക്ക് ശ്രീകരനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ദയവ് ചെയ്ത് രണ്ടുപേരെ നാളെ പറഞ്ഞയക്കണം. അവനി പറഞ്ഞതിലും കാര്യമുണ്ട്. ശ്രീകരനും കമ്പനിക്കും രണ്ടുപേർക്കും നല്ലത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ ശ്രീകരനെയും അവനെയും പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് യാതൊരുവിധ എതിർപ്പുമില്ല.